ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഫൺ ഫാമിലി 3 ഡോസ്. അപ്പൊ ഗൈസ്, ഇത് ഞങ്ങൾ വെറൈറ്റി ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ചാലഞ്ചിന്റെ പേരാണ് ഈറ്റിംഗ് വിത്തൗട്ട് സൗണ്ട് ചാലഞ്ച്. അപ്പൊ ഗൈസ്, ഇത് എങ്ങനെ കളിക്കുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞുതരാം. നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള സാധനങ്ങളാണ് കഴിക്കാനായിട്ട് വരുന്നത്. അത് നമ്മൾ സൗണ്ട് ഇല്ലാതെ കഴിക്കണം. അതെ, ഫോർ എക്സാമ്പിൾ ഇപ്പോ മിച്ചർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആ മിച്ചർ നമ്മൾ സൗണ്ട് ഇല്ലാതെ കഴിക്കണം. ഇനി നമ്മൾ സൗണ്ട് ഉണ്ടാക്കിയാലോ? നമ്മളെവിടെ പൂച്ചക്കുട്ടികളാവും, പലരും പൂച്ചക്കുട്ടികളാവും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നല്ല കൺമഷി വെച്ചങ്ങോട്ട് എഴുതും. വരയ്ക്കും കൈ. പുലിക്കുട്ടികളും പൂച്ചക്കുട്ടികളും ഒക്കെ. അതെ, അപ്പൊ ഇവിടെ ഇരിക്കുന്നതിൽ ആരാണ് പൂച്ചയും പുലിയൊക്കെ ആവുന്നത്? നമുക്ക് ഞങ്ങള് രണ്ട് പൂച്ചയാവും. ഇത് എലിയാ. എലി ഓൾവേസ് എലി തുറന്നോണ്ടിരിക്കുക ഇവിടെ. നമുക്ക് നേരെ ഗെയിമിലേക്ക് പോവാം. ഗൈസ്, അങ്ങനെ നമ്മുടെ ഫ്രണ്ടിൽ ടൊമാറ്റോ മുറുക്കാണ് ഗൈസ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മള് സൗണ്ട് ഇല്ലാതെ കഴിക്കണം. നമ്മൾ 1 by 1 ആയിട്ടായിരിക്കും കഴിക്കുന്നത്. ആദ്യം ഒരാൾ കഴിക്കും, അതിൽ നമ്മൾ ബാക്കി രണ്ടുപേര് സൗണ്ട് ഉണ്ടാക്കും. അതിനുശേഷമേ നമ്മൾ അപ്പുറത്തെ ആള് കഴിക്കുള്ളൂ. അങ്ങനെ 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 3 പേര് കഴിക്കും. ആർക്കൊക്കെ വാഴ വീഴും, ആരൊക്കെ പൂച്ചയാകും. വാഴയോ? എന്നാ തുടങ്ങാം. ഞാൻ തുടങ്ങാം. കട്ടിക്ക് അങ്ങോട്ട് പൊട്ടട്ടെ. സ്റ്റാച്ചു പോയിട്ടിരിക്കുക. അല്ലേ, കടിക്കുന്നുണ്ട്. ഇതിങ്ങനെ ഇരിക്കുമെന്ന് തോന്നിക്കുക. ഇതിന് വികാരവും വിചാരവും ഇല്ലല്ലോ ദൈവമേ. എന്നാ വർക്കാൻ സ്വാഭാവികത്തിന് പൊട്ടി പൊട്ടണമെന്ന് ആഗ്രഹം. പൊട്ടാൻ പോകുന്നു, പൊട്ടിച്ചു ഇല്ല. അല്ല, അലുവ വല്ലതും വെച്ചാ പോരായിരുന്നു. അതിലെവിടാ സൗണ്ട്? കേട്ട് ഒരു വര വരക്കട്ടെ. ഒരു വരക്കുള്ള എന്താ പറഞ്ഞത് തരാണ്ട്? ഞാൻ പുലിക്കുട്ടിയാവൂ പൂച്ചക്കുട്ടിയാവൂ. നീ മുതലാളി കഴിക്കുക. തൊഴിലാളി ഇവിടെ ഇരിക്കട്ടെ. തൊഴിലാളി ലാസ്റ്റ് വേണേ ട്രൈ ചെയ്തത്. പിന്നെ ഞാൻ ട്രൈ ചെയ്യാം. അങ്ങോട്ട് കഴിക്കേ. ഞാൻ ട്രൈ ചെയ്യട്ടെ. വേണ്ട, അവിടെ ഇരുന്നു പണിച്ചിട്ട് വരാം ഡയറക്റ്റ്. എങ്ങനെ കഴിക്കണം? ഇത് വേണ്ട. പിന്നെ അമ്പടെ പുളിസി. അല്ല, നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അങ്ങനൊന്നുമില്ല. ചെറുതൊക്കെ എടുത്തിട്ട് ഒറ്റയടിക്ക് വായിലിട്ടാ പോലെ. ഇതെന്ത് കഥ? ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. എല്ലാം നടക്കുവോ? സോഡാപ്പൊടി വായിക്കാത്ത പൊട്ടുന്നോലാണ് എനിക്ക് പൊട്ടുന്നത്. ഫ്രൂട്ടി കുടിക്കുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക്. ഫ്രൂട്ടി ചുണ്ടഴിഞ്ഞ് ചാവുന്നു. അയ്യോ, ഇതെങ്ങനെ വായിലിട്ടു? സിപ്പപ്പോൾ കുടിക്കുന്ന സൗണ്ട് കേട്ടു, കടിക്കുന്ന സൗണ്ട് കേട്ടിട്ടില്ല. വിഴുങ്ങുന്നതാ പ്രശ്നം. കാണിച്ച വിഴുങ്ങി. ഇത് മൊത്തം അതുപോലെ കഴിക്കണം. കഴിച്ചത് മൊത്തം അല്ല, മൊത്തം കഴിക്കണമെന്നില്ല. അയ്യോ, ചുണ്ട ചെയ്തു. അപ്പൊ പണിഷ്മെന്റ് ഇല്ല. എന്ത് പോരെ? അതായി മതി. വലുത് വേണേ, വലുത് വേണേ. എന്തിപ്പെടുന്ന നടന്നേ? അതെ, എന്താ നടന്നേ? നമ്മളപ്പ പൊട്ടനാ. നമ്മളല്ല ഞാൻ. അയ്യോ, എന്റെ ചുണ്ട്. അതുകൊണ്ട് അവിടെ ഞാൻ വെട്ടി. ശരിയോ? ഞാൻ പോയാലോ?
ചെറുതാണെങ്കിൽ കടിച്ച് സൗണ്ട് വരുത്തണം. നിന്നോട് ആരാ ഉള്ളത് മൊത്തം എടുത്ത് വായിലിടാൻ പറഞ്ഞേ? ടെക്നോളജിയാ. അപ്പം ഈ റൗണ്ടിൽ ഒരാൾക്കാണ് പണിഷ്മെന്റ് കിട്ടിയത്. ഒരാൾക്കാണ് മീശ വെച്ചത്. ഞാനാ ഒരു കൊമ്പ് കിട്ടി. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ട്. ഈ റൗണ്ടിൽ നമുക്ക് വന്നിരിക്കുന്നത് മക്രോണിയാണ് ഗൈസ്. അതുകൊണ്ടാണ് ഈ റൗണ്ട് ഞാൻ ആദ്യം കളിക്കുന്നില്ല. അപ്പം പിന്നെ നടുക്കൂന്ന് ആദ്യത്തെ റൗണ്ട് ഇവിടെ തുടങ്ങി, രണ്ടാമത്തെ റൗണ്ട് ഇവിടെ തുടങ്ങാൻ പോണേ. കിട്ട് പണി തരാൻ മീശ വരയ്ക്കാൻ ഒരു സമാധാനവും ഇല്ല. ഇപ്പൊ നമ്മള് തുടങ്ങാം. ആ ഒരു നല്ല പി തരാം. ഒരു sound. ഇതെങ്ങനെ അടിച്ചു? ഇത് അങ്ങനെ കുറച്ചിട്ട് അതിനെ എങ്ങനെ ഇറക്കുന്നു ഇതൊക്കെ പറഞ്ഞാൽ തന്നെ എനിക്കും പോച്ചു. ഇനി പരിശോധിക്കാൻ നോക്കട്ടെ. അയ്യോ, ഇവർക്ക് ആയാലും വല്ല മിഷീനും കൊണ്ടുപോകുന്നു. എനിക്ക് മാത്രം പണിഷ്മെന്റ്. ഇറക്കിയോ? എന്നാ ഒരു വിഷമം. ആ അവിടെ കുരുങ്ങിയിരുന്ന അവിടെ കുടുങ്ങിയോ? അവിടെ റിയാക്ഷൻ ഒന്നും ഇല്ല. ഹലോ ഹലോ, ഇതിലും ബെറ്റർ പണിഷ്മെന്റ് അങ്ങ് മേടിക്കുന്നല്ലേ. എന്തൊരു വിധി ഇത്, വല്ലാത്തൊരു ചതി ഇത്. ഓർക്കാപ്പുറത്തെന്റെ പിന്നീന്നൊരടി ഇത്. എന്തൊരു ഇരുട്ടാണ്. ഇത് കൊറേ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇത് എന്ത് വായി ഇത്? അതിന്റെ പകുതി എടുത്ത് വായില്ല, എന്നിട്ട് അതെടുത്ത് നിറക്കാൻ പെടുന്നു, പാടുപെടുന്നു. എന്തായാലും നടക്കുവോ? എന്ത് ആരും നടക്കും? ഞാൻ നടക്കും. ഇറക്കിയോ? കാണിച്ചേ. അയ്യോ ഇച്ചിരി പാടാ. ഞാനാണോ? അയ്യോ, ഇപ്പൊ ഞാൻ ഇപ്പൊ കണ്ണോടെ പെടുന്ന കണ്ടോ. ഇത് പാടുപെടും പാടുപെടും. കുളിച്ചാ പറയാ വഴുത്ത്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? പാവമായിട്ടുണ്ട്. കൊതി വിട്ടരുത് കിട്ടിയോ? കിട്ടിയെന്ന് കാണിക്കണം. കുറച്ചെടുത്ത്. യെസ്, ഞാൻ ഇറക്കിക്കോ. ഞാൻ കഴിച്ചു ഗൈസ്. ഇനി അടുത്താൽ കഴിച്ചു. കഴിച്ചില്ലല്ലോ, അത് ഇച്ചിരി അല്ലേ ഉള്ളൂ. അത് പോരാ. ഇച്ചിരി വേണം. ഞാൻ കഴിച്ച പോലെ എന്തെങ്കിലും ഇച്ചിരിയെങ്കിലും കൂടി. വായിക്കത്ത് കയറി വാ. നിങ്ങൾക്ക് ഈ വായുന്നോട്ട് ഇതുവരെ ഇത്ര പ്രായമായില്ലേ? പ്രായം കുറവല്ലേ? ആ നോക്കുന്ന പ്രായല്ലേ ഇപ്പൊ. ഇനി 5 മിനിറ്റ് അവിടെ ഇരിക്കെങ്കിലും.
ജാൻമണിയുടെ പാട്ട് പാടട്ടെ. സോപ്പരങ്ക മക്രോണിക്ക് ഉമ്മ കൊടുക്കുമെന്നു. ഉമ്മ കൊടുത്ത് കഴിയുമ്പോ പറയണം. നന്നായിട്ട് പരിശ്രമിക്കുക ഗൈസ്, കാരണം ഒരു വാല് വന്നു. ഒരു വാല് വന്നു, ഇനി വാല് വന്നാ പൂച്ചയാവും ഇനിയും. ഇത് ഒരുമാതിരി ഷോക്ക് അടിച്ചു പോലെ അവിടെ ഇരിക്കുന്നു. ഒരു റിയാക്ഷനും ഇല്ലല്ലോ ദൈവമേ. കുത്തിയിരുന്ന് ചവയ്ക്ക് വരുന്നത് കള്ളി. പക്ഷെ ഒന്നും കേട്ടില്ല, സൗണ്ട് വന്നില്ല. സൗണ്ട് വന്നില്ല, ചവയ്ക്കുന്നുണ്ട്. അപ്പൊ വാലില്ലാതെ പ്രാവശ്യം രക്ഷപ്പെട്ടു. ഈ റൗണ്ട് പക്ഷെ ഞങ്ങള് പ്രതീക്ഷിച്ചല്ലേ ഇത് കഴിക്കാൻ പറ്റുമോ. അതെ അതെ, ശരിക്കും മുറുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോഴാ ഇത് വാലിക്കെല്ലാം നല്ല വേദന എടുക്കും, മണ്ണാക്ക് വേദന എടുത്തില്ല. ഇല്ല. അങ്ങനെ ഈ റൗണ്ടിൽ ആരും പണിഷ്മെന്റ് ഇല്ലാതെ രക്ഷപ്പെട്ടിരിക്കുകയാണ്. നമുക്കിനി അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഈ റൗണ്ടിൽ കിട്ടിയിരിക്കുന്നത് അച്ചപ്പമാണ്. ഈ റൗണ്ടിൽ ആരാ പുലിയാവുന്നേ ആരാ പൂച്ചയാവുന്നൊക്കെ നമുക്ക് ഇപ്പൊ കാണാം. ആരാ ഫസ്റ്റ്? ആരാ? അവിടുന്ന്. ഇല്ല, താങ്ക് യു, വലിയ ഉപകാരം. കുറച്ച് ടാസ്ക. പറഞ്ഞിട്ടുണ്ടല്ലോ. തരൂ. അപ്പൊ നമുക്ക് ഇപ്പൊ വരച്ചു കൊടുക്കാം. ഇച്ചിരി വരക്കാളെ ലാസ്റ്റ് ഉണ്ടല്ലേ. ഞാനല്ല ചേച്ചിക്ക് വരച്ചു തന്നത്, ഓർക്കണം, പ്രത്യേകം ഓർക്കണം. എന്നെ വരയ്ക്കാറായില്ലേ? യോ, ഇതിനെ എങ്ങനെ കഴിച്ചു? വരച്ചപ്പോ എവിടെ അങ്ങോട്ട് കാണീരേ? അളന്ന് നോക്കൂ എവിടെ എങ്ങനെ വരയ്ക്കണം. മൊത്തം സ്വന്തം. അതങ്ങ് ഇറക്കാം. എന്നിട്ട് വേണം ഒരു പൂച്ചക്കുട്ടി അപ്പൊ വരച്ചു തരാൻ. വാ പൊളി വാ. അപ്പുറത്തെ സൈഡ് കഴിക്കായിരുന്നെങ്കിൽ 2 സൈഡ് പോയായിരുന്നു, തികഞ്ഞേനെ. അപ്പൊ 2 വരെയായി പൂച്ചയുടെ. ഇപ്പൊ ഇവിടെ ഒരു വരയും കൂടെ വരട്ടെ എന്നീ ആശം. അപ്പൊ ഞാൻ തുടങ്ങട്ടെ? തുടങ്ങി വരക്കോളോ എനിക്ക്. അയ്യോ, അത് ഞെക്കി പൊട്ടിക്കാനൊന്നും പറ്റത്തില്ല. അത് അതുപോലെ എടുത്ത് കഴിച്ചാ മതി. ഇങ്ങോട്ട് എവിടെ വാണ്?
ആളൊക്കെ അടിക്കാൻ പറ്റത്തില്ല. പിന്നീട് മോളെ എന്ത് ഇവിടെ എന്ത് ഇവിടെ ചെറുത് വേറെ അല്ലേ വേറെ അച്ചപ്പ തരും. ഇത് കുഴപ്പമില്ല. അങ്ങനെ എനിക്ക് കുഴപ്പമുണ്ട്. രണ്ടെണ്ണം കീഴെ നിൽക്കുന്നത് ഇപ്പൊ കണ്ടോ? കേക്കണോ? ഐസ്ക്രീം അല്ല അലിച്ചു കഴിക്കാൻ. ഞാൻ കടിക്കുന്നിടത്ത് സൗണ്ട് കേട്ടാലേ പ്രശ്നമുള്ളൂ. ഇവിടുന്ന് പ്രശ്നം എന്റെ സൗണ്ട് കേട്ടാൽ ഞാൻ അല്ല, അത് ബേബി കടിച്ചപ്പോഴാ സൗണ്ട് കേട്ടെ. എന്റെ ഒടിഞ്ഞു പോയതാ, ഞാൻ കടിച്ചിട്ടല്ല, തന്നെ ഒടിഞ്ഞു കായി കയറിയതാ. മനസ്സിലായോ? അതൊന്നും ഇല്ല, ഒന്നും പറയണ്ട. ചിരിക്കാതെ ജുവാലെ. ഇപ്പൊ പൊടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബാറ്ററി ഓഫ് ചെയ്ത് വെക്കുക ചിരിയുടെ. ഓരോ തുള്ളിത്തുള്ളികളായിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് പറ്റത്തില്ല. ഒന്നും ഇട്ടിട്ട് എന്താ വായിലുള്ളത്? ഒന്നുമില്ല. കേട്ട് കേട്ട് എന്തൊക്കെ പ്ലാനുകളാണ് നോക്കി. വെറുതെ വര എന്തോന്നടേ ഇത് എന്തോ കാണിച്ചു വെച്ചിരിക്ക്. മീശ വെച്ചാ പോരായിരുന്നു. ഇല്ല, മീശ വേണം തരാം. മീശ കൂടെ വേണം. വേണ്ട, എനിക്ക് മൂക്കിന്റെ വട്ടം ഒന്ന് നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ കറക്റ്റായി. ഇനി നമുക്ക് വട്ടം ഇനി പറിക്കണം. ഇതെന്തോ ആയത്? പൊട്ട് മൂക്കിലിട്ട് കൊടുത്തപ്പോഴത്തേക്ക് പുലിയുടെ സൗണ്ട് വരുന്നു. ഇത് ശരിക്കുണ്ടല്ലോ, ഇത് ഇങ്ങനെ ഇരുന്ന ഈ ആൾക്കാണ് പൂച്ചനെ കിട്ടി. പൂച്ച കറക്റ്റ് പൂച്ച മൂക്കാരുണ്ട്. ഇപ്പൊ ഞാൻ ഇവര് രണ്ട് സൗണ്ട് വെച്ചിട്ട് ഞാൻ പൂച്ചയായി. എങ്ങനെയുണ്ട് സൗണ്ട് ഒന്ന് വെച്ച്? അങ്ങനല്ല, മുമ്പ് കടുവയുടെ പുലിയുടെ എങ്ങോട്ടേക്ക് സൗണ്ട് വെക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഗൈസ് നമുക്കിനി നേരെ നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാം. അങ്ങനെ ഈ റൗണ്ടിൽ നമുക്ക് വന്നിരിക്കുന്നത് മഞ്ചാണ്. ഇത് നമുക്ക് സൗണ്ട് ഇല്ലാതെ കഴിക്കാൻ പറ്റുമായിരിക്കും. മരിച്ചേ പറ്റുള്ളൂ. ഞാൻ മഞ്ച് പൊട്ടിച്ചടിച്ചിട്ടുള്ള ഞാൻ കഴിക്കാം. ഇതിന് ചെവി കേൾക്കത്തില്ല, അതാ ഇത് ഞാൻ മാറ്റി ഇതങ്ങോട്ട്. അമ്മ പ്രതിരിയാവാ, ചുമ്മാ ഇരിക്കുക, എന്നൊന്നും ശ്രദ്ധിക്കണ്ട. അതില്ല, വെറുതെ ഇരിക്കുക. ചവച്ചെടുത്തോ? ആ ഗ്യാപ്പിലത് ചവച്ചെടുത്ത് ബാക്കി അടക്ക് കിട്ടട്ടെ. ചൂടുണ്ട്. ഫിനിഷ്. നീ ഞാൻ മാതാശ്രീ വിളിച്ചു. കഴിക്കാൻ കഴിച്ചു. കഴിച്ചോ?
നമുക്ക് ഒന്നിച്ച് കഴിക്കാം. അങ്ങനെ ഇപ്പൊ സൂചിക്കണ്ട. മറ്റേ എന്റെ സൗണ്ട് കേട്ടിട്ട് മോള് രക്ഷപ്പെട്ടുള്ള വകയും കഴിച്ചു ഇതില്ല അൽത്തു. കുഴപ്പമില്ല, ഞാൻ വിളിച്ചാലും കുഴപ്പമില്ല. അല്ല ഞാനിത് എടുക്കുമ്പോഴത്തേക്ക് അത് കഴിച്ചോ, കുഴപ്പമില്ല. എല്ലാം സിപ്പപ്പ എല്ലാം പിന്നെ കൊടുത്താലും സിപ്പപ്പ് കുടിക്കുന്ന പോലെ ഇരുന്ന്. സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഹലോ ചത്തോ? അത് വെച്ചെന്നെ കുത്താതെ പോ. കോൺസെൻട്രേഷൻ കളയാതെ എവിടെ നിന്ന് വന്നിപ്പോ സ്ട്രേഷൻ? സിപ്പപ്പ് പോലെ പോരായിരുന്നോ? എന്തിനാ സിപ്പപ്പ്? എല്ലാം സിപ്പപ്പ് പോലല്ലേ കഴിക്കുന്നത്. ഒച്ച വെക്കരുത്. അന്ന് ചെവി അകത്തോട്ട് കയറിയിരിക്കും ചെവിയുടെ. കൺമശി മണക്കുന്നല്ലോ കാറ്റ്. ആണോ? നമുക്ക് കൺമശി വെച്ച് വരച്ചു തരാം. അതല്ല നല്ലത്. ഒരു വാല് വരച്ചു മുറിയാവോ? ഈ പൊട്ടിട്ട് കൊണ്ട് 2 വാലോട് വിടുമ്പോ എന്ത് രസമാണെന്നറിയാം. ഒന്നൊരു വാല് വരച്ചു തരാം. എന്നാ അതങ്ങ് വിടൂ. അങ്ങനെ ഇങ്ങനൊന്നും ഞാൻ വിടില്ല. എന്നോട് കളിക്കില്ലേ ഉണക്കപ്പുട്ട്. മൈസൂർ പഴംകുട്ടി അടക്കി ഞാന്. നിങ്ങൾ പുട്ടാണെങ്കിൽ നമ്മൾ പുട്ടൻ കുത്തിയാണെങ്കിൽ നിങ്ങൾ ചില്ലാണെങ്കിൽ നമ്മള് കുപ്പിച്ചില്ലാണേ. മക്കൾക്ക് തോന്നിട്ട് കടിച്ച ആ പൊട്ടിന് മഞ്ചാണെങ്കിൽ പൊട്ടിച്ച് ഞങ്ങൾ കൈ തരും. മിക്കവാറും ഇങ്ങനെ ഇരിക്കും. അങ്ങോട്ട് പൊട്ടിച്ചെടുക്കന്നെ സജി. പാപ്പാ ഇനി നിങ്ങളൊക്കെ ഇത് കാണിക്കാൻ വായിലുള്ളതൊന്നും കാണിക്കൂ. എന്തുണ്ട് ഇതിനകത്ത്? നോക്കടി. എന്തേ ഇറങ്ങിപ്പോയി. ഇത് കടിച്ചെടുക്കണം. അതിന്റെ ഒരു എവിടെ പീസ് എവിടെ? ഒന്നും എടുത്തിട്ടില്ല. ഉള്ളു കള്ളി. അല്ല കണ്ടോ, ഇത്ര എടുത്തു. ആ എന്നാ ഓക്കെ. എടുത്തിട്ടുണ്ട് ഗൈസ്. ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. അത് വേണം ഇച്ചിരി എടുക്കാം. അത്രക്ക് അനുഗ്രഹമാണ്. ഒന്ന് എടുത്തു. അയ്യോ വാ കഴിക്കുന്നു. ഓക്കെ ഗൈസ്, വെറുതെ വിട്ടേക്ക. എടുത്തെങ്കിൽ എടുത്ത്. അങ്ങനെ ഗൈസ് കടിച്ചെടുത്ത് ജയിച്ചിരിക്കുന്ന കൺമശി വരയ്ക്കണ്ട. ഐ മീൻ കരി വരയ്ക്കണ്ട. നെക്സ്റ്റ് പേഷ്യന്റ്. അതെ, നെക്സ്റ്റ് ആൾ. എത്ര ശ്രദ്ധിച്ചിരിക്കുന്നു. ചേച്ചിക്ക് കേൾക്കത്തില്ല. ചോദിച്ചു വാ. കൺമശി മണക്കുന്നല്ലോ കാറ്റ് നീ വരുമ്പോൾ. ഉറങ്ങി. എങ്ങനെ ഉറങ്ങാതിരിക്കും?
പാടില്ല പാടില്ല നമ്മൾ പാടി മറന്നും ചെയ്തുകൂടാ. എന്തേലും ഒന്ന് ചെയ്യോ സജി? ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മൾ വരുന്നില്ല. കിട്ടിയല്ലോ, കാണുന്നില്ലല്ലോ. കിട്ടി, അലിച്ചെടുത്തു അത് നല്ല. അങ്ങനെ ഈ റൗണ്ടിലും ആർക്കും പണിഷ്മെന്റ് ഇല്ല. അപ്പൊ ഏറ്റവും കൂടുതൽ പണിഷ്മെന്റ് കിട്ടിയത് എനിക്കാണ്. ഒരെണ്ണം കൂടെ ഉണ്ട്, ഒരു സൈഡിലെ ഒരു കൊമ്പായാലും അതിലെ എളുപ്പം മൂക്കുണ്ടല്ലോ, മൂക്കുണ്ടല്ലോ. ഒരു വര സത്യം പറഞ്ഞുണ്ടല്ലോ നടുക്കിരിക്കുന്നതൊക്കെ പണി കിട്ടിയത്. എന്നെ ശരിക്കും കരിക്കകത്ത് കുളിപ്പിച്ച് വിട്ട. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ ചലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ഐക്കണും കൂടെ ഒന്ന് അടിച്ചു പൊട്ടിക്കുക. അതുവരെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.